18ാം ലോക്സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ജൂലൈ 3 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയാണ് പ്രധാന അജണ്ട. പ്രതിപക്ഷ ഇന്ത്യ സഖ്യം എംപിമാർ ഒരുമിച്ച് ലോക്സഭയിൽ പ്രവേശിക്കും. പ്രതിപക്ഷ ഐക്യവും കരുത്തും തെളിയിക്കുന്നതാകും പ്രവേശനം. അതേസമയം സത്യപ്രതിജ്ഞയിലേക്കുള്ള ചെയർമാൻ പാനലിലേക്കുള്ള ക്ഷണം ഇന്ത്യ സഖ്യം തള്ളി. ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സിബി, ഈ പാർലമെൻറ്റ് നീറ്റ് വിഷയങ്ങൾ അടക്കമുള്ളവയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകും. കാരണം വളരെ ശക്തിയോടുകൂടിയുള്ള ഒരു പ്രതിപക്ഷ തിരിച്ചുവരവിൻ്റെ തുടക്കം ഈ 2024 നാം കണ്ടതാണ്. അതൊക്കെ പാർലമെൻറ്റിൽ പ്രതിഫലിക്കുന്ന ദിനമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ശക്തിയും കരുത്തും തെളിയിക്കുന്ന ദിനം തന്നെയായിരിക്കും ഈ ആദ്യ ലോക്സഭ സമ്മേളനം എന്ന് പറയുക. പ്രത്യേകിച്ച് നമുക്കറിയാം, നെറ്റ് അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർത്താനുള്ള ഒരു നീക്കം പ്രതിപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നാളെയുമായി 2 ദിവസങ്ങളിലായി പ്രധാനമായ പരിപാടികൾ എന്ന് പറയുന്നത് ഈ ലോക്സഭാ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ 10:00 ശേഷം അല്ലെങ്കിൽ 11 മണിക്ക് മുൻപായി രാഷ്ട്രപതി ഭവനിൽ പ്രോട്ടേം സ്പീക്കറായി ഒഡീഷ MP ഭർത്തൃഹരി മെക്തൂബ പ്രോട്ടേം സ്പീക്കറായി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിനുശേഷം നരേന്ദ്രമോദി മാധ്യമങ്ങളുമായി സംസാരിക്കും. പിന്നീട് ഒരു 11 മണിയോടെയായിരിക്കും ഈ ലോക്സഭാ നടപടികൾ ആരംഭിക്കുക. അവിടെ പ്രോട്ടേം സ്പീക്കറുടെ മുന്നിൽ ഈ ലോക്സഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും. ആദ്യം പ്രധാനമന്ത്രി, പിന്നീട് ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, എംപിമാർ എന്ന് പറയുമ്പോൾ ഓരോ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തെയും ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ എന്നിങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഈ ലോക്സഭാ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് വൈകിട്ട് 4 മണിക്കും 5 മണിക്കും ഇടയിലായിരിക്കും. എന്തായാലും ഇന്നും നാളെയും ഇന്നിപ്പോൾ 280 എംപിമാരായിരിക്കും ഇന്നിപ്പോൾ ഈ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുക. നാളെ ബാക്കിയുള്ള 264 എംപിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. എന്തായാലും ഈ ലോക്സഭാ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്പീക്കറിന്റെ കാര്യത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വലിയ വിമർശനമുണ്ട്. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് സിബി? അജിംഷാദ്, പ്രധാനമായും ഈ പ്രോട്ടേം സ്പീക്കർ പദവി സംബന്ധിച്ച് ഒരു കീഴ്വഴക്കം BJP ലംഘിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലയളവ് MP ആയിരുന്ന ആളാണ് സാധാരണ പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിക്കുക. പക്ഷേ BJP ഇവിടെ ഈ ഏറ്റവും കൂടുതൽ കാലയളവ് അല്ലെങ്കിൽ 8 തവണ MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു അങ്ങനെയെങ്കിൽ പ്രോട്ടേം സ്പീക്കറായി വരേണ്ടത്. പക്ഷേ BJP സംബന്ധിച്ച് അവിടെ BJD നിന്നും വന്ന BJP അംഗമായ ഒഡീഷയിലെ BJP അംഗമായ ഒഡീഷ BJP അംഗത്തെയാണ് അവിടെ പ്രോട്ടേം സ്പീക്കറായി ഭർത്തൃഹരിയാണ് പ്രോട്ടേം സ്പീക്കറായി നിയമിച്ചത്. അത് തന്നെ വളരെ വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും കാരണമായിരുന്നു. കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നിരുന്നു. BJP കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കൊടിക്കുന്നിൽ സുരേഷുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മോട് പ്രതികരിച്ചത് തീർത്തും BJP തങ്ങളുടെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. എന്തായാലും BJP ഒന്നും മറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഒരു പാനൽ നിയമിക്കാറുണ്ട്. ആ പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള 3 എംപിമാർ, ഇന്ത്യ സഖ്യത്തിലെ 3 എംപിമാർ ഉണ്ട്. ഈ പാനലിലേക്കുള്ള ക്ഷണം തങ്ങൾ നിരസിച്ചതായും ഈ പാനൽ രൂപീകരിക്കുമ്പോൾ പോലും തങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചില്ല. അത് മാത്രമല്ല, ഈ ഒരു പ്രോട്ടേം സ്പീക്കർ നിയമനത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച പശ്ചാത്തലത്തിൽ തങ്ങൾ ഈ ഒരു പാനൽ അംഗങ്ങൾക്കുള്ള ക്ഷണം നിരസിക്കുകയാണെന്നും ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും അതോടൊപ്പം തന്നെ K. രാധാകൃഷ്ണൻ MPയും അടക്കം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ സമ്മേളനത്തിന് ആദ്യ തുടക്കം തന്നെ ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ മോദി സർക്കാരിനെതിരായ കൃത്യമായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ ഐക്യം തെളിയിക്കുന്ന രീതിയിൽ എല്ലാ പ്രതിപക്ഷ എംപിമാരും ഒരുമിച്ച് ലോക്സഭയിലേക്ക് എത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റൊന്ന് നോക്കുന്നത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അത് 26-നാണ് ഈ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇതിൽ ഇതുവരെയും സ്പീക്കർ ആരെന്ന കാര്യത്തിൽ BJP ഔദ്യോഗികമായ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമെല്ലാം നിലയും സഖ്യകക്ഷികളായ JD-യും TDP-യുമായിട്ടെല്ലാം നിലയും വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ ഇന്നോ നാളെയായിട്ട് കൃത്യമായ ഒരു തീരുമാനമുണ്ടാകും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ K. രാധാകൃഷ്ണനും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ളവർ ഇതിന്റെ പാനലിൽ നിന്ന് വിട്ടു നിൽക്കും അല്ലേ?
തീർച്ചയായും ഇതിൽ ഈ പാനലിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പാനലിലേക്കുള്ള ക്ഷണം പൂർണ്ണമായും ഇന്ത്യ സഖ്യം നിരസിച്ചിട്ടുണ്ട്. അതിൽ കൊടിക്കുന്നിൽ സുരേഷും അതോടൊപ്പം തന്നെ DMKയുടെ അംഗം ഉൾപ്പെടെയാണ് ഈ പാനലിലുള്ളത്. അവർ ആ ഒരു പാനലിലേക്കുള്ള ക്ഷണം നിരസിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ പ്രോട്ടം സ്പീക്കർ പദവിയിലേക്ക് ഇരിക്കേണ്ട കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയ BJPയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അങ്ങനെ ഒരു തീരുമാനം. അജിംഷാദ്, തീർച്ചയായും കെ രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. പ്രോട്ടേം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ പാനലിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞ വാക്കുകളിലേക്ക്. സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെയായിരുന്നു പ്രോട്ടം സ്പീക്കറായിട്ട് നിശ്ചയിക്കേണ്ടത്. അതിന് വിരുദ്ധമായി കൊണ്ടുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിലുള്ള പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പ്രോട്ടം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാനൽ ഓഫ് ചെയർമാൻമാരുടെ ലിസ്റ്റിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് അടക്കം പാനലിലുണ്ട്. പാനലിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്.